നമസ്കാരം. ഒരു 40 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ എണീക്കാനുള്ള ബുദ്ധിമുട്ട്, സന്ധികളിലൊക്കെ ഉണ്ടാവുന്ന വേദന, നീർക്കെട്ട്, ശരീരവേദന, കയ്യിലും കാലിലൊക്കെ തന്നെ ഒരു ഭാഗത്ത് ഇരുന്നാലുള്ള തരിപ്പ് മരവിപ്പ് കാരണം ഒരു കാര്യവും നമുക്ക് ശരിയായിട്ട് ശക്തിയോടുകൂടി പിടിക്കാൻ സാധിക്കാതെ വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണേ. ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. ഒത്തിരിയേറെ ആയുർവേദ ഔഷധ പ്രയോഗങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വളരെ കോമൺ ആയിട്ട് ഒത്തിരി ആളുകളിൽ കാണപ്പെടുന്ന ചില ലക്ഷണങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ നശിച്ചുപോയ ഞരമ്പുകളെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരുപാടേറെ ഔഷധ പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കറിയാം omega-3, അതുപോലെ വൈറ്റമിൻ B12, ഇനി ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉപയോഗിക്കുന്നത്, ശരീരത്തിൽ ജലാംശം നിലനിർത്തുന്നത്, ഇതൊക്കെ തന്നെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. പക്ഷേ ചില ആയുർവേദ ഔഷധ പ്രയോഗങ്ങൾ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും. നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഈ ഔഷധങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് പരിചയപ്പെടാം. അതിലാദ്യത്തേത് കുറുന്തോട്ടിയാണ്. കുറുന്തോട്ടിക്ക് ബല എന്ന് സംസ്കൃതത്തിൽ പറയും. സിഡാകോഡിഫോളിയ എന്ന ശാസ്ത്രീയ നാമത്തിലാണ് ഇത് അറിയപ്പെടുന്നത്. കുറുന്തോട്ടിക്കും വാദമോ എന്നുള്ളൊരു പദപ്രയോഗം കേട്ടിട്ടില്ലേ? ശരിയാണ്, ഇത് വാദദോഷത്തിന് ഉള്ള ഒരു മരുന്നായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ കുറുന്തോട്ടി താളി ഉണ്ടാക്കി മുടിക്ക് നല്ലതാണ് എന്നുള്ളത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഇതിൻ്റെ വേരുപയോഗിക്കുന്നത് എത്ര പേർക്ക് അറിയാം? നമുക്ക് ആവശ്യം ഈ വേരാണ്. ഈ വേരുപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു പാൽ കഷായമാണ് തയ്യാറാക്കുന്നത്. ഈ പാൽ കഷായം ഇനി ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ളവർക്ക് മാത്രമാണോ? അല്ല. ഇത് നമുക്ക് ശരീരത്തിൽ വേദന, നീര്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോഴും, അതുപോലെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഒരു 5 മാസത്തിന് ശേഷം നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ ഒരു പാൽക്കഷായം സേവിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഗുണങ്ങൾ. അതിലൊന്ന്, ശരീരത്തിൽ വേദനയും നീർക്കെട്ടും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതും, സുഖകരമായിട്ടുള്ള ഒരു പ്രസവ അന്തരീക്ഷം സൃഷ്ടിക്കാനും വേദന നീർക്കെട്ടുകളൊന്നും ഇല്ലാതെ തന്നെ വളരെ സുഖകരമായിട്ടുള്ള ഒരു ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നുണ്ട്. ബലാസ്നിഗ്ധ ഹിമസ്വാദു വൃഷ്യാബല്യ ത്രിദൂഷണോത് വാദഹരമായിട്ടുള്ളതാണ്. അതുപോലെ ഹൃദയഗതി ത്വരിതപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. വൈഷമ്യം ഇല്ലാതാക്കാൻ സഹായിക്കുന്നത് പോലെ തന്നെ ധാതുപുഷ്ടിക്കും ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനും കഴിയുന്നുണ്ട്. അതുപോലെ വേദന തുടച്ചു നീക്കാനും നിദ്ര നന്നായിട്ട് വരുത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു ഔഷധം കൂടിയാണ്. അപ്പോൾ ഈ ഒരു പാൽക്കഷായം കഴിച്ചാൽ നിരവധിയുണ്ട് ഗുണങ്ങൾ. ഇനി ഇത് എങ്ങനെ തയ്യാറാക്കുന്നു എന്നുള്ളത് അറിയണ്ടേ? അതിന് നിങ്ങൾക്ക് ഇതിൻ്റെ വേരാണ് ആവശ്യമുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഒരു 4 തണ്ട് പിഴുതെടുത്താൽ മതിയായിരിക്കും. ഫ്രഷ് ആണെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഒരു കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ നമുക്ക് പറമ്പിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഔഷധമാണ് കുറുന്തോട്ടി എന്നുള്ളത്. അപ്പം ഇങ്ങനെ വേദനയും നീരും ഒക്കെ തന്നെ അധികമാവുന്ന ഒരു സമയം കൂടിയാണ് അല്ലേ ഈ കർക്കിടകം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് വളരെ ധൈര്യപൂർവ്വം ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇത് ഈ കാലത്ത് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതല്ല, ഏത് കാലത്തും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിന് ഈ 4 വേര് നന്നായിട്ട് കഴുകിയെടുത്ത് ഒന്ന് ഇടികല്ലിലോ അല്ലെങ്കിൽ അമ്മിയിലോ വെച്ച് ചതച്ചെടുത്തതിന് ശേഷം നല്ലൊരു കോട്ടൻ്റെ തുണിയിൽ ഒന്ന് കിഴി കെട്ടിയെടുക്കുകയാണ് വേണ്ടത്. വളരെ ചെറിയൊരു കിഴി കെട്ടുക. എന്നിട്ട് ഇത് മൺകലത്തിലാണെങ്കിൽ ഏറെ വിശേഷമാണ്. മൺകലത്തിൽ അല്പം ഒരു 80 ml വെള്ളം ഒഴിക്കുക. ഒരു 40 ml അതിന് പകുതി ശുദ്ധമായിട്ടുള്ള പാൽ ഒഴിച്ച് തിളപ്പിക്കുന്ന സമയത്ത് ഈ കിഴിയും കൂടെ അതിൽ ചേർത്തിട്ട് ഇത് നന്നായിട്ട് തിളച്ചു വറ്റി ഒരു 30 ml ആവുന്നത് വറ്റിച്ചെടുത്തിട്ട് ഇതൊരു 2 നേരമായി 15 ml വീതമൊക്കെ ഇളം ചൂടോടുകൂടി കഴിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ട്. മസിൽ പെയിനും ജോയിൻറ്റ് പെയിനും അല്ലെങ്കിൽ ആർത്രൈറ്റിക് ഇഷ്യൂസും ഒക്കെ മാറ്റാനും അതുപോലെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ തന്നെ ഹെൽത്തി ആക്കിയിട്ട് വയ്ക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഞരമ്പുകൾക്ക് ക്ഷീണം ബാധിച്ചു തുടങ്ങിയിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ, ഞാൻ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കുറുന്തോട്ടി കണ്ടാൽ എവിടെയും കളയണ്ട, ഇത് ഉപയോഗിച്ച് നോക്കുക കേട്ടോ. വെറുതെ നമുക്ക് താളി ഉണ്ടാക്കി മാത്രം ബാക്കി വലിച്ചെറിയാനുള്ളതല്ല. ഇതിൻ്റെ വേര് ഇത് ഈ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. സ്മൃതി ധൃതി ബുദ്ധിവർദ്ധനം എന്നുള്ള ശ്ലോകത്തിൽ പറയുന്ന നമ്മുടെ ബാക്കോപ്പം മൊണീരി എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ബ്രഹ്മിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. 2ാമത്തെ താരം നമ്മുടെ ബ്രഹ്മി തന്നെയാണ്. ഇത് മേധി രസായന ഗണത്തിൽ പെടുന്നതാണ്. ആയുർവേദത്തിൽ ഇതുപോലുള്ള മേധി രസായന ഗണത്തിൽ പെടുന്നതും മേധി ഗണത്തിൽ പെടുന്നതുമായിട്ടുള്ള ഔഷധങ്ങൾ നമ്മൾ നെർവ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഏറെ വിശേഷപ്പെട്ടതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു 10 ml സ്വരസ ഇടിച്ച്, ഇതിൻ്റെ നല്ല ഫ്രഷ് ലീവ്സ് കഴുകിയെടുത്ത് ഇടിച്ചു പിഴിഞ്ഞ്
പിഴിഞ്ഞെടുത്ത നീര് സേവിക്കുന്നതാണ് ഏറെ ഉത്തമമായിട്ടുള്ളത്. കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇത് നെയ്യിൻ്റെയോ തേനിൻ്റെയോ കൂടെ വളരെ ചില കേസിലൊക്കെ തന്നെ അങ്ങനെയും ചെയ്യാറുണ്ട്. ഇനി നിങ്ങൾക്ക് പൗഡറായിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഒരു 3 ഗ്രാം പാലിലിട്ട് തിളപ്പിച്ചിട്ട് ആ രീതിയിൽ കുടിക്കാനും വളരെ നല്ലതാണ്. ഇനി ഇത് ബ്രഹ്മി തന്നെ ബ്രഹ്മി ഘൃതമായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഒരു സ്പൂണ് കഴിക്കുന്നതും അതിന് കൂടെ ഇളം ചൂടുള്ള പാലോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ കുടിക്കുന്നതും ഒക്കെ തന്നെ ഇതുപോലെയുള്ള ബുദ്ധിവർദ്ധനവിനും അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് പഠന വൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്കും ഒക്കെ തന്നെ കൊടുക്കുന്നതായിട്ട് വളരെ വിശേഷപ്പെട്ടതാണ്. അത് ഇതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇതിനുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി കാരണം ശരീരത്തിലുണ്ടാവുന്ന നീർക്കെട്ട് മാറ്റാൻ അല്ലെങ്കിൽ നെർവ് സംബന്ധമായിട്ട് വരുന്ന പല അസുഖങ്ങൾക്കും നമ്മൾ ഈ ഒരു ബ്രഹ്മിയെ പല രീതിയിൽ ഇതിനെ ഉപയോഗിക്കാറുണ്ട്. അപ്പം സെക്കൻഡ് ഈ പറഞ്ഞിട്ടുള്ള ബ്രഹ്മി നിങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പൗഡർ വാങ്ങിയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഘൃതം ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കാം. മൂന്നാമത്തേത് ശതാവരിയാണ്. ക്ഷീരീണ ശതാവരി പീയാമ്പലാം പയ്യസാം എന്ന് പറയുന്ന റെഫറൻസിൽ പറയുന്നു ഇത് നമ്മുടെ ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾക്ക്, നിങ്ങൾക്ക് നെർവ് അല്ലെങ്കിൽ ഞരമ്പുകൾക്ക് ക്ഷീണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ആക്റ്റീവാക്കി വയ്ക്കാനും ഹെൽത്തി ആക്കി വയ്ക്കാനും സഹായിക്കുന്ന മറ്റൊരു ഔഷധമാണ് ശതാവരി. ശതാവരിക്ക് ഉള്ള ഗുണം നിങ്ങൾ കേട്ടിട്ടുള്ളത് പാലൂട്ടുന്ന അമ്മമാർക്ക് പാല് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നായിട്ട് മാത്രമായിരിക്കും. പക്ഷേ ഇതിൻ്റെ കിഴങ്ങ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ വലിയ ഒരു കിഴങ്ങാണെങ്കിൽ ഒരു പകുതി മതിയായിരിക്കും. ആ ഒരു പകുതി കിഴങ്ങിനെ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അത് ഒന്ന് ചതച്ചെടുത്തിട്ട് കിഴി കെട്ടി ഇതുപോലെ ഒരു 2 കപ്പ് വെള്ളത്തിലും അതുപോലെ തന്നെ അതിൽ 1 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് തിളപ്പിച്ച് വറ്റിച്ച് പകുതിയാക്കി മാറ്റി 2 നീരൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. ഇനി ഇത് ചില സ്ത്രീകളിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അവർക്ക് വെള്ളപ്പോക്ക് പ്രശ്നങ്ങൾ, അസ്ഥി ഉരുക്കം എന്നൊക്കെ നമ്മൾ കോമൺ വേർഡിൽ പറയാറുണ്ട്. ഈ ഒരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ വളരെ ക്ഷീണിതരായിട്ടുള്ള ആളുകൾക്ക് ഒരു ഉന്മേഷം തരാനൊക്കെ സഹായിക്കുന്നതാണ് ശതാവരി പോലുള്ള. ശതാവരിയുടെ തന്നെ മറ്റു പലവിധ പ്രയോഗങ്ങൾ, ഔഷധ പ്രയോഗങ്ങളും അല്ലെങ്കിൽ പലവിധ ഫോർമുലേഷൻസും നമുക്ക് ആയുർവേദത്തിലുണ്ട്. പക്ഷേ ഈ രീതിയിലൊക്കെ ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക്, നന്നേ പ്രായമുള്ള ആളുകൾക്കും അല്ലെങ്കിൽ കുഞ്ഞിനെ പാലൂട്ടുന്ന അമ്മമാർ എന്നുള്ള രീതിയിൽ അവർക്കൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു ഔഷധ പ്രയോഗമാണ് ശതാവരിയുടെ ഞാനിപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് അശ്വഗന്ധയാണ് നാലാമത്തേത്. അശ്വഗന്ധയെക്കുറിച്ച് നമ്മൾ മുൻപും പറഞ്ഞിട്ടുണ്ട്. ഇത് അശ്വഗന്ധ ഒരു ഗ്ലാസ് പാലിൽ നന്നായിട്ട് കലക്കി കുടിക്കുന്നത്, 1 സ്പൂൺ വീതം ഇട്ട് കലക്കി കുടിക്കുന്നത് ഇത്തരം നെർവ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ദേഹത്തുണ്ടാവുന്ന നീർക്കെട്ട് വേദനയൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന വളരെ നല്ലൊരു ഔഷധം തന്നെയാണ്. അഞ്ചാമത്തേത് ചിറ്റമൃത്, ടിനോസ്പോറോ കോഡിഫോളിയ. ഈ ചിറ്റമൃതിൻ്റെ തണ്ട് നമുക്ക് ഒരു 2-3 ചതച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ ഒരു ചായ കുടിക്കുന്നത് ഇതുപോലെയുള്ള നെർവ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ അകറ്റാൻ വളരെ നല്ലതാണ്. ശരിയായിട്ടുള്ള രീതിയിലുള്ള ഒരു 30 മിനിറ്റ് എക്സസൈസ് അല്ലെങ്കിൽ പ്രാണായാമ ബ്രീത്തിങ് എക്സസൈസുകളിലൂടെ ചെയ്യുന്നത് ഇതുപോലുള്ള നമുക്ക് ശരീരത്തിലുണ്ടാവുന്ന നീർക്കെട്ടിനെയും ബുദ്ധിമുട്ടിനെയൊക്കെ മാറ്റാനായാലും അല്ലെങ്കിൽ നല്ലൊരു രക്തപ്രവാഹത്തിന് വേണ്ടിയിട്ടായാലും ഒക്കെ തന്നെ സഹായിക്കുന്നുണ്ട്. അതിന് പശ്ചിമോത്താസന പോലുള്ള യോഗാസനാസ് ഫോളോ ചെയ്യുന്നത്, ബാലാസന അല്ലെങ്കിൽ സർവാംഗാസന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ശീലിക്കുന്നതും ഇതുപോലുള്ള പ്രശ്നങ്ങളെ കുറയ്ക്കാൻ നിങ്ങൾക്ക് വളരെ നല്ല ഒരു ടിപ്പാണ്. അതിന് കൂടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല ഒരു തൈലമാണ് മഹാമാഷ തൈലം എന്നുള്ളത്. ഈ മഹാമാഷ തൈലം അപ്ലൈ ചെയ്തിട്ട് ദേഹത്ത് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് സമയം വെക്കുന്നതും കയ്യിൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ബോഡിയിൽ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് പാത്രം ചൂടാക്കിയ പാത്രത്തിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ദേഹത്തൊക്കെ അപ്ലൈ ചെയ്യുന്നതും, അതുപോലെ ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുന്നതും. ഇനി അത് നാൽപ്പാമര പട്ടയുണ്ടെങ്കിൽ അതിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കൊണ്ട് കുളിക്കാൻ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ പ്ലാവില പേരയിലയും കൂടെ ചേർത്തിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള നീരും വേദനയൊക്കെ വലിച്ചെടുക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ഇളം ചൂടിൽ ഇതുപോലെയുള്ള തൈലം അപ്ലൈ ചെയ്ത് കുളിക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ, തരിപ്പും മരവിപ്പും ബുദ്ധിമുട്ടുകളും സന്ധിവേദന നീർക്കെട്ട് കാര്യങ്ങളൊക്കെ തന്നെ, അതിനെയൊക്കെ മാറ്റാൻ നിങ്ങൾക്ക് വളരെ നിസാരമായിട്ടുള്ള ചെലവിലും നിസാരമായിട്ടുള്ള സമയം കൊണ്ടും മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ
നമ്മൾ ചില എക്സസൈസുകൾ ഫോളോ ചെയ്യുന്നതും ചില ആഹാരക്രമങ്ങൾ ശീലിക്കുന്നതും അതിനു കൂടെ ഇത്തരം ഔഷധ പ്രയോഗങ്ങളും കൂടെ ആവുമ്പോൾ നിങ്ങൾക്ക് ശരീരത്തിൽ തന്നെ വളരെയധികം ഫ്രീ ആയിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് തോന്നും. അതുപോലെ കുറുന്തോട്ടി, രാമച്ചവും ഏരണ്ടയും ഒക്കെ തന്നെ ചേർത്തിട്ട് തയ്യാറാക്കുന്ന നമ്മുടെ ബലാരിഷ്ടം പോലുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് വളരെ നല്ലതാണ് കേട്ടോ. ഇത്തരം അവസ്ഥയിലൊക്കെ തന്നെ അരിഷ്ടമൊന്നും എപ്പോഴും എന്ത് ഉള്ളിലേക്ക് എടുക്കുമ്പോഴും മരുന്നുകൾ എടുക്കുമ്പോഴും നിങ്ങൾ നേരിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് എടുക്കണം. കാരണം നിങ്ങളുടെ മറ്റുള്ള രോഗാവസ്ഥകൾക്കും കൂടെ ഒത്തുചേർന്ന് പോകുന്ന മരുന്നുകളാണോ എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. കാരണം ഒത്തിരി പേര് അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്, വളരെ കോമൺ ആയിട്ട് എല്ലാവരിലും കാണുന്ന പ്രശ്നങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.